വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന ആക്രമണം. അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് അതിദാരുണമായി മരിച്ചത്. ഇന്നലെ രാത്രിയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 4 പേർക്കാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സ്ഥിരം വന്യജീവി ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ ഒരു ഇടപെടലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്നു രാവിലെയാണ് ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ളിലെ വഴിയിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തിയത്. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിന് സമീപത്തായാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിൽ കാട്ടാന ആക്രമിച്ചുവെന്നാണ് വിവരം. ഇന്നലെ ചൂരൽമല അങ്ങാടിയിൽ നിന്നും വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോയതാണ്. ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ എത്താത്തതിനാൽ മറ്റുള്ളവർ ബാലകൃഷ്ണനെ അന്വേഷിച്ചിറങ്ങി. വഴിയിൽ ആന ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിൽ ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തി. ഈ വയനാട്ടിൽ മൊത്തം ജനങ്ങൾ ഒഴിവാക്കാനുള്ള പ്ലാനാണോ ഇവർക്കെന്നാണ് എനിക്കറിയേണ്ടത് അതാണ്. ഇപ്പോൾ പുത്തുമല ചൂരൽമല എല്ലാം പൊട്ടി ഇവിടുന്ന് കുറേ ആളുകൾ മാറി. എന്നിട്ടൊരു 10 ലക്ഷം രൂപ കൊടുക്കുക. ഇനി കൽപ്പറ്റ ടൗണിൽ പോലും 4 മണിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വയനാടിനെ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടോ? 3 വാർഡുകളിലായിട്ട് കാട്ടാനൻ്റെ വലിയ തോതിലുള്ള പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ദുരന്തം കഴിഞ്ഞപ്പോൾ അതിനുശേഷം മൃഗശല്യങ്ങളാണ്. അതൊരു സംവിധാനം കാണണം. ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഈ പ്രദേശം ഒറ്റപ്പെട്ട് പോയൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് ജനവാസം ഇല്ലാത്തതുകൊണ്ട്, വെളിച്ചം മറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഏത് സമയത്ത് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് അട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു ബാലകൃഷ്ണൻ താമസിച്ചിരുന്നത്. തിങ്കളാഴ്ച ബത്തേരിയിൽ ആദിവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊന്നിരുന്നു. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിനെയാണ് കാട്ടാന കൊന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് മാനുവിനെ കാട്ടാന കൊന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. സമാനമായ അവസ്ഥയാണ് അട്ടമലയിലും ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് 24.